ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ചിന് വളരെ പ്രത്യേകിച്ചൊന്നുമില്ല. കുറച്ച് മീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അന്ന് ഞാൻ മീനിൻ്റെ പേരൊക്കെ പറഞ്ഞ് തെറ്റിപ്പോയി. വേറെ എന്തൊക്കെയോ പേരാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കണം. എന്നിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വെണ്ടയ്ക്ക തീയൽ വെക്കുന്നത് കേട്ടോ, വെണ്ടയ്ക്ക പുളി. അന്ന് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേച്ചി എന്നും വെണ്ടയ്ക്ക തീയലാണോ വയ്ക്കുക ചോദിച്ചിട്ട് കേട്ടോ. ഇത് നമ്മളിന്ന് തേങ്ങ അരക്കാത്ത വെണ്ടയ്ക്ക തീയലാണ് കേട്ടോ. കാരണം തേങ്ങയ്ക്ക് നല്ല റേറ്റാണ് ഇവിടെ. ഉമേഷ് തേങ്ങ അരച്ചൊന്നും കറി വെക്കേണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ എനിക്ക് തേങ്ങ അരക്കാതെ പറ്റില്ല. ഞങ്ങളുടെ നാട്ടിലല്ല, എൻ്റെ വീട്ടിൽ തേങ്ങ അരക്കാതെ ഒരു കറിയേ ഇല്ല. ഓൾമോസ്റ്റ് എല്ലാ കറിയിലും തേങ്ങ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ക്യാരറ്റ് ഉപ്പേരി വെച്ചു. അപ്പോഴേക്കും നൈഹുവിനെ വിളിക്കാൻ പോകേണ്ട ടൈമായിട്ടോ. അതുകൊണ്ട് ഞാൻ റെഡിയായിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു. പിന്നെ ഉമേഷ് ഇന്നലെ കുറേ നെല്ലിക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മരത്തിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് ഒക്കെ നോക്കി കുറേയൊക്കെ ഇങ്ങനെ ചതഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയും ഞാനിന്ന് പായസം വെക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പായസം വെക്കാൻ തോന്നിയിട്ട് അന്ന് വെച്ച ടേസ്റ്റ് എൻ്റെ വായിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ പായസം വെച്ച് കുടിച്ചു കേട്ടോ. പിന്നെ നമ്മൾ നെല്ലിക്ക ഇടാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ പച്ചവെള്ളത്തിലേക്ക് നെല്ലിക്ക ഇടാറുള്ളത്. പക്ഷേ ഈ പ്രാവശ്യം യൂട്യൂബ് നോക്കിയിട്ടാട്ടോ ചെയ്ത്. നല്ല തിളച്ച വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര, കൂടുതൽ കല്ലുപ്പ്, കുറച്ച് വിനീഗർ, പിന്നെ പച്ചമുളക് നന്നായിട്ട് തിളപ്പിക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നെല്ലിക്ക കഴുകി വെച്ച് വിട്ടിട്ട് ആ വെള്ളം ചൂടാറണവരെ അവിടെ ഇരിക്കട്ടെ. എന്നിട്ട് അത് ചൂടാറി കഴിഞ്ഞിട്ട് ഒരു കുപ്പിയിലേക്ക് മാറ്റിയാൽ മതി കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ശരി.